സുരേഷ് ഗോപിയും ജയറാമിൻ്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ് കലാഭവൻമണിയുടെ മോനായി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും അത് കുതിരട്ടം പപ്പ് വരുന്നത്. കുതിരട്ടം പപ്പ് ഒരു സിനിമയുടെ വന്ന് ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസം ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ തണുപ്പ് പറ്റാതെ അദ്ദേഹം അവിടെ നിന്ന് പിന്മാറി. പകരമാണ് കലാഭവൻമണി വരുന്നത്. ഇന്ന് പക്ഷേ നമുക്ക് കലാഭവൻമണി അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. കുറേ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. കാരണം കുതിരട്ടം പപ്പു ഇവരെക്കാട്ടൊക്കെ കുറച്ച് സീനിയർ ആയതുകൊണ്ടും ഇതിൽ പക്ഷേ മോനയുടെ ക്യാരക്ടർ ഏകദേശം ഇവരെക്കാട്ടൊക്കെ പ്രായക്കുറവുള്ള ഒരു കഥാപാത്രമൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിലോട്ടൊക്കെ ഒരു എന്തായാലും സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. പിന്നെ സിനിമയിൽ പറഞ്ഞിരുന്നത് ഷൂട്ട് തുടങ്ങുമ്പോഴൊന്നും മോഹൻലാലിൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ മോഹൻലാലൊന്നും മനസ്സിലേ ഇല്ല. എഴുതി വന്നു, ആ ഒരു ഷൂട്ട് നടക്കുമ്പോഴാണ് ആരെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ബിജു മേനോനെ പോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത്ര കാരണം സുരേഷ് ഗോപിയും ജയറാമിനെക്കാട്ടും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കാട്ടും താരമൂല്യമുള്ള ഒരു നടൻ ചെയ്താലേ അത് നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവർ കമലഹാസനെയൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മോഹൻലാൽ വെറുതെ മോഹൻലാലിനോട് പോയി കഥ പറയാമെന്ന് പറഞ്ഞ് ചെന്നു. മോഹൻലാലിനോട് പറയുന്നു, മോഹൻലാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻലാൽ സിനിമയുടെ ഭാഗമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സിനിമ നമുക്കറിയാം എവിടെയോ എത്തി. ആ ഒരു സിനിമ ഇന്നും ആ ഒരു സിനിമയുടെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്, ടി വിയിലൊക്കെ വന്നാൽ കാണുന്നതാണ്. അപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞത് ഇവർക്ക് തന്നെ ഇതേ ടീമിൻ്റെ തന്നെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ഇവർക്ക് ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ഇറക്കാൻ, എന്താ പറയുക, അത് ഇറക്കാൻ കിട്ടിയ ഒരു ധൈര്യം അതാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്.